സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓ സോ ക്യൂട്ട്. കൊള്ളാം. ഇവരെ ഡാൻസ് അടിപൊളിയായിരുന്നു. എന്റെ കൂടെയുള്ള ഡാൻസ് അടിപൊളി. നിങ്ങൾ സൂപ്പർ ആയിരുന്നു കേട്ടോ. സൂപ്പർ. ഒരു സെക്കൻഡ് തരുമോ? ഓ മൈ ഗോഡ്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു പെർഫോമൻസ്? നല്ല കോറിയോഗ്രാഫർ ആണല്ലേ? പ്രത്യേകിച്ച് കോറിയോഗ്രാഫർ ഒന്നും ചെയ്യാറില്ല, ഞാൻ തന്നെ ഇത് സ്വന്തമായിട്ട് ചെയ്തതാണ്. അല്ല കോറിയോഗ്രാഫി ഇത് ആദ്യം ഈ പാവ ഉണ്ടാക്കിയതിനു ശേഷം അത് നടക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാനിത് ബീച്ചുകളിലൊക്കെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ ഷോ ചെയ്യും. അങ്ങനെ ചെയ്ത് ഒരു കുറേ നാളിങ്ങനെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് അവിടെ വെച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു സ്റ്റെപ്സ് ആണ്. നല്ല ടൈമിംഗ് ഉണ്ട്. നല്ല പുള്ളിക്കാരൻ കളിച്ചില്ലെങ്കിലും പാവ് എത്ര വർഷമായി? 4 വർഷമാവും. ആരാ ഈ പാവ ഡിസൈൻ ചെയ്ത്? ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കിയതാ? അതെ അതെ. നിങ്ങൾക്ക് അവിടുന്ന് രജിസ്റ്റർ ആയെന്ന് അറിയത്തില്ല. നമ്മുടെ ഈ ചെക്കൻ ആള് പുലിയാണ്. കാരണം കണ്ണ് സൈറ്റ് അടിക്കും. എനിക്കൊന്ന് വായു അനങ്ങുണ്ടായിരുന്നു അല്ലേ? വായു അനങ്ങുന്നുണ്ടായിരുന്നു. ഇവരുടെ തന്നെ വേറെ വോയിസ് ഒക്കെ സൗണ്ട് ഒക്കെ എടുത്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കി? അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാവകൾ നിലവിലുണ്ട്. അപ്പൊ അതില് ഒരു ടൈപ്പാണ് ഈ സ്ട്രിംഗ് പപ്പറ്റ്, നൂൽപാവകൾ എന്ന് പറയും. ആ ടൈപ്പാണ് ഈ ഒരു പാവ. വേറെ എന്തൊക്കെയാ ഉള്ളത്? അപ്പം വേറെ അല്ല, ഞാൻ പറയുന്നത് നമ്മുടെ നിലവിൽ ഞാൻ ചെയ്യുന്നതല്ല. നിലവില് ഗ്ലൗ പപ്പറ്റ്സ്, സ്ട്രിംഗ് പപ്പറ്റ്സ്, ഷാഡോ പപ്പറ്റ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. അപ്പൊ അതിലൊരു ഐറ്റം ആണ് ഈ നമ്മുടെ സ്ട്രിംഗ് പപ്പറ്റ്സ്. അതെ. ഇത് നോർമലി എനിക്ക് തോന്നുന്നു നമ്മള് ഇന്റർനാഷണൽ സ്റ്റൈലിലൊക്കെ ഇത് വിദേശ രാജ്യങ്ങളിലാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. അപ്പൊ ഞാനിത് ഒരിക്കലും ഞാൻ ടി വിയിൽ കണ്ടതിന് ശേഷമാണ് ഇതിനോട് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഞാൻ ഒരുപാട് ആദ്യം ചെയ്തതൊക്കെ ഫ്ലോപ്പ് ആയിരുന്നു. പിന്നീട് ഞാനിങ്ങനെ ഒരുപാട് നാളിങ്ങനെ ട്രൈ ചെയ്തതിന് ശേഷമാണ് ഇപ്പൊ ഈ കാണുന്ന രീതിയിൽ ഇതൊന്ന് സെറ്റായി വന്നത്. ശരിക്കും എന്ത് ചെയ്യാണ് പ്രൊഫഷണലി? എന്താ ചെയ്യുന്നത്? ഫാബ്രിക്കേഷൻ വർക്കാണ്. ഫാബ്രിക്കേഷൻ വെൽഡിംഗ് വർക്കാണ്. അപ്പൊ വെൽഡിങ്ങിന്റെ ആ ഒരു ഇതൊക്കെ കൊണ്ടാണ് ഞാൻ റെഡിയാക്കി എടുത്തത്. ചെയ്യാൻ പറ്റിയത് അതൊന്ന് സഹായിച്ചു. അതെ അതെ. അല്ലെ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അനിയത്തി മാരീഡ് ആണ്. അപ്പൊ അമ്മയും ഞാനും മാത്രം. ഓക്കെ, സൂപ്പർ. അപ്പൊ എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ, തീരുമാനങ്ങളൊക്കെ? പകർ ചേട്ടാ. ഇല്ല, ഞാൻ അങ്ങോട്ട് വരട്ടെ. അയ്യോ തീർച്ചയായിട്ടും വായോ. ഇതൊന്ന് അടുത്ത് കാണാനാ. ഡെഫിനറ്റ്ലി, പ്ലീസ്. തീർച്ചയായിട്ടും. അടിച്ച് ഫിറ്റായിട്ട് കിടക്കുന്നതല്ലേ കേട്ടേക്ക്? ഇവന്റെ കിടപ്പല്ലേ? അതെ അതെ. അത് കിടപ്പത്ര ശരിയില്ല. ശരി, അപ്പൊ എങ്ങനെയാണ് ഈ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോ? എങ്ങനെയാണ്? പെർഫോമൻസിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞില്ല? പറഞ്ഞു. ഗംഭീരായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയും സംഭവം നിങ്ങൾ ചരടയിൽ നിന്നല്ലേ ചെയ്യുന്നത്? എനിക്ക് ഇതിന്റെ കൂടെ ഒന്ന് നിന്നാ കൊള്ളാമെന്ന് ആഗ്രഹം. എനിക്ക് ചരടിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെന്താ, ഇത് ഞാനും ഇത് നീ. ഓ, കൗണ്ടറിനുള്ള എല്ലാം പറഞ്ഞു കൊടുത്തു. മാത്രമല്ല ഈ പറയുന്ന ഇത്രയും ഭംഗിയായിട്ട് നമ്മള് ശ്രദ്ധ മുഴുവൻ അതിലാണെങ്കിലും ഓരോന്നിനും ഓരോ വരല. ഇവനക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. കൂടെ കൊണ്ടുവന്നോ? ഇങ്ങനെ ലേഡീസിനോട് ഒരു പ്രത്യേക താല്പര്യം. എന്റെ അമ്മയെ തൊഴിക്കുന്നൊക്കെ ഉണ്ടല്ലോ ഇടയ്ക്ക്. പക്ഷെ ഈ തൊഴിക്കൊക്കെ നല്ല ശക്തി ഉണ്ട് കേട്ടോ. നമ്മള് ഈ എപ്പിസോഡ് കാണുന്ന കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ രണ്ടുപേരെ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈ സ്റ്റാറിന് ഒരു സ്റ്റാർ റേറ്റിംഗ് കൊടുക്കണമല്ലോ? അല്ല, ഇതൊരു പ്രത്യേക കഴിവാണ്. അതായത് ഇതിനു വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇതിനു വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ഒരു കഷ്ടപ്പാടുണ്ട്, ഒരു ഗവേഷണമുണ്ട്. ഇപ്പോൾ പപ്പറ്റ് ഷോസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഗംഭീരമായിട്ട് ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രയത്നത്താൽ ഇദ്ദേഹം അത് കണ്ടുപിടിച്ച് അത് ക്രിയേറ്റ് ചെയ്ത് ഈ പാവയൊക്കെ സ്വന്തം ഉണ്ടാക്കിയാണ് ഉണ്ടാക്കുന്നത്. മറ്റേ ഈ മുഖം മാത്രം വാങ്ങിക്കും? അല്ലല്ല, ഈ ഒരു മുഖം വാങ്ങിച്ചതാണ്. ബാക്കി ഇത് പേപ്പർ വെച്ചിട്ട് ചെയ്തെടുത്താണ്. ഈ കഴുത്തെന്താ ഇത്ര നീളം കൂട്ടിയത്? അത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി കഴുത്ത്. ശരി. മറ്റേ കൈ കാലൊക്കെ? അത് അലുമിനിയം പൈപ്പാണ്. അലുമിനിയം പൈപ്പിൽ അത് ഇഞ്ചസ് വെച്ചിട്ട് റിവേറ്റ് അടിച്ച് അങ്ങനെ. അടുത്ത് വന്ന് കാണണം, നല്ല പണിയുണ്ട് ഇതിന്. വളരെ സശ്രദ്ധം, വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട പല കാര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ബുദ്ധി, കഴിവ്, റിതം സെൻസ്, മ്യൂസിക് സെൻസ്, ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു പ്രകടനമായിരുന്നു. 4 സ്റ്റാർ. എന്തായാലും പകർച്ചേട്ട ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് ആ 4 സ്റ്റാർ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് കൊടുത്താലോ? അപ്പൊ എന്തായാലും ശ്യാംലാൽ അടിപൊളിയായിട്ട് വരട്ടെ. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ 4 സ്റ്റാർ ആർട്ടിസ്റ്റ് ആയിട്ടായിരിക്കും ഇനി അറിയപ്പെടാൻ പോകുന്നത്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. തീർന്നിട്ടില്ല. ഇതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന മറ്റൊരു സമ്മാനങ്ങൾ.